വളരെയേറെ സന്തോഷം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചിരകാല അഭിലാഷമായിരുന്ന 2 റോഡിന്റെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. മുൻകാല ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ വളരെ സമയബന്ധിതമായി തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ കയറി വരുമ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞ ഒരുപാട് അപവാദങ്ങളുണ്ട്. ഇറക്കുമതി എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക് മുന്നിൽ പോലും വിജയിച്ചവരാണ് നമ്മൾ. ആ ഒരു മനക്കരുത്ത് നമുക്കുണ്ട്. എന്തായാലും ആരും വന്നില്ലെങ്കിലും നമ്മളേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. അവിടെ രാഷ്ട്രീയ ജാതി മതം ഭേദമന്യേ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് എന്ന മഹത്തായ പ്രസ്ഥാനം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഇനിയുള്ള കാലങ്ങളിലും നിങ്ങൾ വന്നില്ലെങ്കിലും പങ്കെടുത്തില്ലെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിലും നമ്മൾ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്നുള്ള രീതിയിലുള്ള ഉറപ്പ് ഞാൻ നൽകുകയാണ്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട 2 റോഡുകൾ നേരത്തെ പറഞ്ഞതുപോലെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ അതിന്റെ ബാക്കി ഭാഗം മുനിസിപ്പാലിറ്റിയുടെ പെറ്റി വർക്കിൽ ഉൾപ്പെടുത്തി നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതും വളരെ സമയബന്ധിതമായി തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ അയ്യമ്പാറ റോഡ് നേരത്തെ മുൻകാല ഭരണസമിതിയുടെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതും സമയബന്ധിതമായി നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിച്ചു. അതിന്റെ 2ന്റെയും ഉദ്ഘാടനം ഒരേ ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ MS റോഡിന്റെയും ടെൻഡർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പഴികേട്ട ഒരു റോഡായിരുന്നു ചാല അറബിക് കോളേജിന്റെ റോഡ്. അതും നമ്മുടെ പഴയ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ ജനങ്ങളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ റോഡിന്റെ പ്രവർത്തനം. നമ്മൾ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടാതെ റിവിഷൻ വന്നപ്പോൾ അതിൽ തന്നെ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഇലക്ഷനിൽ നമുക്ക് ആകെ 10 ദിവസം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. അതിനിടയിൽ നമുക്ക് ടെൻഡർ പൂർത്തിയാക്കാൻ സാധിച്ചാൽ തീർച്ചയായും അത് അംഗീകാരം വാങ്ങുകയും അതോടൊപ്പം തന്നെ നമ്മൾ എഗ്രിമെന്റ് വെക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകും. ആ ഒരു കാര്യം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ റോഡിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു റോഡിന്റെ ഉദ്ഘാടനം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശത്ത് നടന്നിരുന്നു. അവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആ പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ ആളുകൾ പോലും കിട്ടാത്ത ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും ടൗണിലാണ്. പക്ഷെ ഇവിടെ മുസ്ലിം ലീഗിന്റെ ഉരുപ്പുകോട്ടയായ തുരുത്തിയിലെ എന്നും ആവേശത്തിന്റെ നിലവിലാണ് നമ്മൾ. അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഭിമാനം തന്നെയാണ്. തീർച്ചയായും ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണ ഉണ്ടാവണം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ മഹത്തായ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കാസർഗോഡിന്റെ ജനപ്രിയനായ MLA ശ്രീ എന്നെ നിൽക്കുന്നവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.